തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ പോലീസ് വാദം കള്ളമാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. മാലമോഷണം പോയതല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഓമന ഡാനിയലിന്റെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് മാല കിട്ടിയത്. മാല വീടിന് പുറത്ത് വേസ്റ്റ് കൂനയിൽ നിന്നാണ് കിട്ടിയതെന്നായിരുന്നു പോലീസ് വിശദീകരണം. ചവർകൂനയിൽ നിന്ന് മാല കിട്ടിയെന്ന് മൊഴി നൽകാൻ പോലീസ് ഓമനയെ നിർബന്ധിക്കുകയായിരുന്നു. കേസന്വേഷണത്തിൽ CI ശിവകുമാറും ഇടപെട്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. CIക്കെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലമോഷണ കേസിലെ പോലീസിന്റെ കള്ളക്കളിക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് ബിന്ദു മീഡിയ വണ്ണോട്. കുറ്റം തന്റെ തലയിൽ വെക്കാൻ പോലീസ് ഒരുപാട് ശ്രമിച്ചു. ആത്മഹത്യയുടെ വക്കീൽ വരെ താനെത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ടാണ് സത്യം തെളിഞ്ഞതെന്നും ബിന്ദു മീഡിയ വണ്ണോട് പറഞ്ഞു. ചെയ്യാത്തൊരു തെറ്റാകുമ്പോൾ എന്തായാലും സത്യം പുറത്തു വരുമെന്ന് എല്ലാം ഉറപ്പുണ്ടായിരുന്നു. ഓമന ഡാനിയലാണ് യഥാർത്ഥത്തിൽ ഇത് എന്തിനു ചെയ്തു എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് അറിയില്ല. ഇവരെന്തിനാ, ഞാൻ 3 ദിവസമാണ് ആ വീട്ടിൽ ജോലിക്ക് പോയത്. പക്ഷെ എന്തിനാണ് ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് അറിയില്ല. ഒരു മാല കിട്ടിയില്ലെന്ന് പറഞ്ഞെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയനെ. അവരാ സമയം മാലയും കൊണ്ട് ഓടി സ്റ്റേഷനിൽ വരികയും SI പ്രസാദിനോട് മാല കിട്ടിയെന്നുള്ള വിവരം പറഞ്ഞിട്ട് പോലും അവരെന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് എൻ്റെ ചേട്ടനോട് മാല കിട്ടിയെന്നുള്ള വിവരം പറഞ്ഞിട്ടില്ല. സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത് മാല അവരെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്നുള്ളവരെ ഞാൻ അറിയുന്നത്. ഈ സമയം വരെ അവരെന്നോട് പറഞ്ഞിട്ടില്ല മാല എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം. പോലീസിനെ കുറിച്ച് എനിക്ക് വലിയ ഒന്നും അറിയത്തില്ല. എങ്കിലും ഇവരിപ്പം കാണിക്കുന്ന വലിയൊരു ഒരു തെറ്റാണ് അവർ കാണിക്കുന്നത്. കാരണം എന്നോട് ഇത്രയും ഒരു ആത്മഹത്യ ചെയ്യണേൻ്റെ പക്കത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഈ പോലീസുമാരാണ്. അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷപ്പെടാൻ ഒരിക്കലും ഞാൻ അവരെ അനുവദിക്കില്ല. സിജോ വി ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സിജോ, ആദ്യമായി നമുക്കറിയേണ്ടത് ഈ ബിന്ദു പറയുന്നത് എന്തിനാണ് ഈ കള്ളക്കേസ് ചമച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നാണ്. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് എന്നാണ് പറയുന്നത്. നമുക്ക് ഇക്കാര്യത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാവുന്നത്, ഇങ്ങനെ ഈ ബിന്ദുവിനെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് പരാതികളിലേക്ക് പോയത് അല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ മാല നഷ്ടപ്പെട്ട അല്ലെ മാലയുടെ ഉടമയായിട്ടുള്ള ഓമന ഡാനിയൽ അവർക്ക് മറവി പ്രശ്നമുള്ള ആളാണ്. അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ ആഭരണങ്ങളൊക്കെ ബെഡിന് കീഴിൽ താഴെ വെച്ചിട്ടാണ് പോവുകയും ചെയ്യുന്നത്. അതിനുശേഷം അന്നേ ദിവസം അവർ പുറത്തു പോകുന്ന സമയത്ത് ഇവരുടെ ആഭരണം അവിടെ ഒരു സോഫയിലാണ് വെച്ചിരുന്നത്. അത് അവർ മറന്നുപോയി. തിരികെ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ മാല കാണാനില്ല. പതിവായി നോക്കുന്ന സ്ഥലത്ത് നിലയിൽ ബെഡിനടിയിൽ നോക്കി അപ്പോൾ കാണുന്നില്ല. അപ്പോഴാണ് ഇത് മോഷണം പോയതായി സംശയിക്കുന്നത്. അവർ പോലീസിനെ സമീപിക്കുന്നു. പോലീസ് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ വീട്ടുജോലിക്കാരുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നു. അങ്ങനെയാണ് ഇതൊരു വീട്ടുജോലിക്കാരിയാണോ എടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് ഇതിലോട്ട് പോകുന്നത്. ഇവിടെ പോലീസ് ആദ്യമേ വീട്ടുജോലിക്കാരിയാണ് ഈ മാല എടുത്തത് എന്ന സംശയം ആർക്കാണ് ആദ്യം ഉണ്ടായത്? പോലീസിനാണോ ഓമനയ്ക്കാണോ? മാല മോഷണം പോയി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സാധ്യത ആദ്യമേ പോലീസ് പരിശോധിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് ആ സമയത്ത് ഈ ദിവസങ്ങളിൽ അവിടെ വന്നു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ആളുകൾ അധികം ആരും വന്നു പോയിട്ടില്ല. പക്ഷേ വീട്ടുജോലിക്കാരി അവിടെ ഉണ്ട്, വീട്ടുജോലിക്കാരിയും അവിടെ ഉണ്ട്, വീട്ടുജോലിക്കാരും കൂടി അവിടെ ഉണ്ട് എന്നുള്ളൊരു സംശയം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടുജോലിക്കാരി ആയിരിക്കാം ഇത് എടുക്കുന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുക. പക്ഷെ അത് ഇവരെ എടുത്തത് ഇങ്ങനെ അവർ മൊഴി എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. വീട്ടുജോലിക്കാരി ഉണ്ട്, ഒരു സംശയം എന്ന നിലയിൽ പറയുന്നത്. അവരെയും കൂടി ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഇവരെ എടുത്തുകൊണ്ട് പോയി എന്ന് ഉറപ്പിച്ച് പറയുക, ഇവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളൊരു സംശയം പറയുമ്പോൾ പോലീസ് വിവരങ്ങൾ ചോദിക്കുന്നു. പക്ഷെ പോലീസാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റിലെ തന്നെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ഇവരാണ് ഈ മാല എടുത്തുകൊണ്ട് പോയെന്ന നിഗമനത്തിലേക്ക് എത്തുക. പിന്നീട് കണ്ടിന്യൂസ് ഇവരെ നിർബന്ധിക്കുകയാണ്. നമ്മളന്ന് വാർത്തകൾ വന്നപ്പോൾ കണ്ടാണ് 20 മണിക്കൂറോളമാണ് അന്യായമായ കസ്റ്റഡിയിൽ വെച്ചത്. ഒരു രാത്രിയും ഒരു പകലും ഇവരെ കസ്റ്റഡിയിൽ വെക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് പോയ മാല കൊണ്ടുതരൂ, അത് എവിടെയാണെന്ന് പറയൂ എന്ന് പറയുന്നു. ഇവിടെ തെളിവെടുപ്പിനൊക്കെ ഉൾപ്പെടെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം അന്യായമായ കസ്റ്റഡിയിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മണിക്കൂറുകളോളം ഇവരെ നിർബന്ധിച്ച് അങ്ങനെ വരിക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ഈ മാല കിട്ടുന്നു. ഈ മാല കിട്ടുമ്പോൾ പോലീസിനോട് ഇവർ പറയുന്നുണ്ട്, ഓമന ഡാനിയൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയത് സോഫയിൽ ഇരുന്നാണ് കിട്ടിയത്. അപ്പോൾ പോലീസ് ആദ്യമേ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഇത് അവിടെ നിന്ന് ഇവരെടുത്തുകൊണ്ട് പോയി, ഓമന എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക എന്ന ഒരു ഒറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ മാല കിട്ടിയത് ഇവിടെ സോഫയിൽ നിന്നല്ല, മുറിക്കുള്ളിൽ നിന്നല്ല, ഇത് കിട്ടിയത് പുറത്തുള്ള ചവറകൂനയിലാണ് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. പോലീസ് അങ്ങനെ നിർബന്ധിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓമന ഡാനിയൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി ക്രൈംബ്രാഞ്ച് നൽകിയതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണ് വീണ്ടും ഓമന ഡാനിയലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. കാരണം ഈ മാല കിട്ടിയെന്ന് പറയുന്ന സമയത്തും ഓമന ഡാനിയൽ അത് തിരികെ കൊണ്ടിട്ടതാവാം. ഒരു തവണ എടുത്തുകൊണ്ട് പോയി, പുറത്തു നിന്നാണ്, വേസ്റ്റ് കൂനയിലാണെന്നാണെന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് പോയ ഓമന ഡാനിയലോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളോ തിരികെ കൊണ്ടിട്ടതാകാം എന്നൊരു സംശയത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ തങ്ങളുടെ നിലപാട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു കള്ളക്കഥ മെനഞ്ഞുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോലീസിലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും